ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മാത്തമാറ്റിക്സ് +2 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണല്ലേ. അതിലെ 2 ടോപ്പിക്കായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി നോക്കാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്, പിന്നെ ബൈനറി ഓപ്പറേഷൻസ്. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, ഫങ്ഷനുകളുടെ സംയോജനം നമുക്ക് എന്താ നോക്കാം. നമുക്ക് 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ആൻഡ് ജി. എഫ് എന്ന ഫംഗ്ഷൻ എന്നത് എ ടെൻസ് ടു ബിയും ജി എന്ന ഫംഗ്ഷൻ ബി ടെൻസ് ടു സിയുമാണ്. അപ്പം നമുക്ക് ഈ 2 ഫംഗ്ഷൻ എഫ് ആൻഡ് ജിൻ്റെ കോമ്പോസിഷൻ ഓഫ് ദീസ് 2 ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ജി ഓഫ് എഫ് എന്ന ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ ഡിനോട്ട് ചെയ്യുക ജി ഒ എഫ് എന്നാണ്. അത് നമ്മൾ റീഡ് ചെയ്യുക എങ്ങനെയാണ്, ജി ഓഫ് എഫ് എന്നായിരിക്കും. ഓക്കെ, ജി ഓഫ് എഫ് എന്ന ഫംഗ്ഷൻ പറയുന്നത് എന്താ, എ ടെൻസ് ടു സി ആയിരിക്കും. അതായത് ജി ഒ എഫ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ആണ്. നമ്മളിപ്പോൾ എങ്ങനെ എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷനെ എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിലാണല്ലേ നമ്മൾ എക്സ് എന്ന ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ജി ഒ എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ നമ്മൾ ജി ഓഫ്, അതായത് ബ്രാക്കറ്റിൽ എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. ഫോർ എവറി എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ദാറ്റ് എ. നമ്മളിവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലെന്താ പറയുന്നത്, എഫ് എന്ന ഫംഗ്ഷൻ എ ടെൻസ് ടു ബിയും ജി എന്ന ഫംഗ്ഷൻ ബി ടെൻസ് ടു സിയും ആണ്. അപ്പോൾ ജി ഓഫ് എന്ന ഫംഗ്ഷൻ പറയുന്നത് എന്താ, എ ടെൻസ് ടു സി. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്ക് നോക്കാം, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് അല്ലേ, അതായത് എ ടെൻസ് ടു ബി എന്ന് തന്നിട്ടുണ്ട്. ഇസ് എ ബൈജക്ഷൻ. ബൈജക്ഷനിലാവുള്ള കണ്ടീഷൻ നമുക്കറിയാം, അത് 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് പറയണം. അങ്ങനെ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ പറയണം എന്നുണ്ടെങ്കിൽ ജി എന്ന ഫംഗ്ഷൻ ബി ടെൻസ് ടു എ ആയിരിക്കണം. അതായത് എപ്പോഴും നമ്മൾ ബി ടെൻസ് ടു എ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ എക്സ് എന്ന കുറച്ച് എലമെൻറ്റ്സ് എ എന്ന സെറ്റിലെ എലമെൻ്റ് ആണെന്ന് കരുതുക. ബി എന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ് വൈ എന്നുണ്ടെങ്കിൽ ബി എന്ന സെറ്റിലെ ഓരോ വൈ എന്ന എലമെൻറ്റ്സിനും എ എന്ന സെറ്റിലെ എക്സ് എലമെൻറ്റ്സ് ആയിട്ട് യൂണീക്ക് ഇമേജസ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളതിനെ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ആണല്ലോ, അതിൻ്റെ ഇൻവേഴ്സ് ആണ് ബി ടെൻസ് ടു എ എന്ന് പറയുന്ന ജി എന്ന ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, എഫ് റേസ് ടു -1 എഫ് ഇൻവേഴ്സ്. പിന്നെ എഫ് ഇൻവേഴ്സ്, അതായത് ഇൻവേഴ്സ് ഓഫ് എഫ് എന്നൊരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബൈജക്ഷൻ ആയിരിക്കണം. അതായത് ആ ഫംഗ്ഷൻ 1 1 ആൻഡ് ഓൺ ടു ആയിരിക്കണം. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ്റെ റിമാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജി ഓഫ് എഫ് എന്ന ഫംഗ്ഷൻ 1 1 ആണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എഫ് ആയിരിക്കണം 1 1 ഫംഗ്ഷൻ ആയിരിക്കേണ്ടത്. ഇനി ജി ഓഫ് എഫ് എന്ന ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ ജി എന്ന ഫംഗ്ഷൻ ആയിരിക്കണം ഓൺ ടു ആവേണ്ടത്. അടുത്ത റിമാർക്സ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എഫ് ഈസ് ടു എക്സ് ടെൻസ് ടു വൈ സച്ച് ദാറ്റ് ദർ എക്സിസ്റ്റ് g is to y tends to x such that g of f equal to ix and f of g equal to iy, then f must be 1 1 and on to. Third one is, a function f x is to y is defined to be invertible. അതായത് x tends to y invertible ആണ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ if there exists a function g that is a y tends to x such that നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ g of f ഈക്വൽ ടു ഐ എക്സും എഫ് ഓഫ് ജി എന്നുള്ളത് ഈക്വൽ ടു ഐ വൈയും ആയിരിക്കും. സോ ദാറ്റ് ദി ഫംഗ്ഷൻ ജി ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് എഫ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എഫ് ഇൻവേഴ്സ്. നമ്മളതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. 2 തിയറം കൂടെ പറയുന്നുണ്ട്, എന്താ നോക്കാം. ഇപ്പം നമുക്കൊരു 3 ഫംഗ്ഷൻ അവർ തന്നിട്ടുണ്ട്, എഫ് ജി ആൻഡ് എച്ച്. എഫ് എന്ന ഫംഗ്ഷൻ എക്സ് ടെൻസ് ടു വൈയും ജി എന്ന ഫംഗ്ഷൻ പറയുന്നത് വൈ ടെൻസ് ടു ഇസറ്റും എച്ച് എന്ന ഫംഗ്ഷൻ പറയുന്നത് ഇസറ്റ് ടെൻസ് ടു എസുമാണ്. ഈ ഫംഗ്ഷൻസിലേക്ക് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, എച്ച് ഓഫ് ജി ഓഫ് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് എഫ്. ഓക്കെ, സെക്കൻഡ് തിയറം എന്താ പറയുന്നത് നോക്കാം. നമുക്ക് 2 ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ഉണ്ട്, എഫ് ആൻഡ് ജി. എഫ് എന്ന് പറയുന്നത് എക്സ് ടെൻസ് ടു വൈയും ജി എന്ന് പറയുന്നത് വൈ ടെൻസ് ടു ഇസറ്റും ആണ്. അപ്പോൾ ഈ 2 ഫംഗ്ഷൻസും ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ദെൻ ജി ഓഫ് എഫ് ഈസ് ഓൾസോ ഇൻവേർട്ടിബിൾ വിത്ത് ജി ഓഫ് എഫ് ഇൻവേഴ്സ്. അതായത് ജി ഓഫ് എഫ് എന്ന ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ വിത്ത് ജി ഓഫ് എഫ് ഇൻവേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇപ്പോൾ നമുക്ക് എഫ് എന്ന ഫംഗ്ഷനും ജി എന്ന ഫംഗ്ഷനും കുറച്ച് നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ട്.
അവർ തന്നെ അതിൻ്റെ പേഴ്സും തന്നിട്ടുണ്ട്. ഇപ്പോൾ എഫ് എന്ന ഫംഗ്ഷനിൽ 1 എന്ന ഒരു ഡൊമൈന് 2 എന്ന ഇമേജ്, അതുപോലെ തന്നെ 3 എന്ന ഡൊമൈന് 5 എന്ന ഇമേജ്, 4ന് 1, അതുപോലെ തന്നെ ജി എന്ന ഫംഗ്ഷന് 1നും 2നും സെയിം ഇമേജാണ്, 3, 5ന് 1. അപ്പോൾ നമ്മളോട് ജി ഓഫ് എഫ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്ന സംഭവങ്ങളെല്ലാം അതുപോലെ എടുത്തങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ജി ഓഫ് എഫിൻ്റെ 1, 3, 4 ആണ് കാണുന്നത്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 1 കാണണം. അപ്പോൾ നമ്മൾ ജി ഓഫ് എഫ് ഓഫ് 1നെ നമ്മൾ വീണ്ടും ഒരു ബ്രാക്കറ്റിൽ എഴുതി. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും. എഫ് ഓഫ് 1, 2, എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എത്ര? 2 ആണ്. സോ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എഫ് ഓഫ് 1ൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു. അപ്പോൾ എന്ത് വരും? ജി ഓഫ് എഫ് ഓഫ് 1 എന്നുള്ളത് എന്തായി മാറും? ജി ഓഫ് 2 ആയി മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 3 ആണ് അല്ലേ. അടുത്തത് ജി ഓഫ് എഫ് ഓഫ് 3 ആണ് കാണേണ്ടത്. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 5 ആണ്. സോ ജി ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? 5, 1 ഈക്വൽ ടു 1 ആണ് അല്ലേ അവിടെ. അതുപോലെ ജി ഓഫ് 4, അപ്പോൾ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 1 ആണ്. ജി ഓഫ് 1 എന്ന് പറയുന്നത് എന്താ? 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ജി ഓഫ് എഫ് എന്ന് പറയുന്ന പേഴ്സ് 1, 3, 3, 1 ആൻഡ് 4, 3. അടുത്ത ടോപ്പിക്കാണ് ബൈനറി ഓപ്പറേഷൻസ്. നമ്മൾ സ്റ്റാർ എന്നാണ് ബൈനറി ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഒരു സെറ്റ് എയിലുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്നൊരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? അതായത് എ ക്രോസ് എ ടെൻസ് ടു എ എന്ന് നമുക്ക് ആ ഫംഗ്ഷനെ എഴുതാം. അതായത് വി ഡിനോട്ട് സ്റ്റാർ എ, ബി ബൈ എ സ്റ്റാർ ബി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് നമുക്ക് പറയണം. അതായത് ഒരു സെറ്റ് എയിലുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്നുള്ളത് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. ഫോർ എവറി ദാറ്റ് എ ആൻഡ് ബി ആർ എലമെൻറ്റ് ഓഫ് ദാറ്റ് സെറ്റ് എ. ഓക്കെ. അടുത്തത്, ഒരു സെറ്റ് എയിലുള്ള ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തൊക്കെ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ്. എ സ്റ്റാർ ബി ഇൻറ്റു സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഓക്കെ. എ, ബി ആൻഡ് സി എന്ന് പറയുന്ന എലമെൻറ്റ്സ് ആ സെറ്റ് എയിലെ എലമെൻ്റ് ആയിരിക്കണം അല്ലേ. അടുത്ത് നമുക്കൊരു ബൈനറി ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട്. എ ക്രോസ് എ ടെൻസ് ടു എ. ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇയും തന്നിട്ടുണ്ട്. ആ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ എന്ന് പറയുന്നത് നമ്മുടെ ആ സെറ്റ് എയിലുള്ള എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് കോൾഡ് ഐഡൻറ്റിറ്റി ഫോർ ദി ഓപ്പറേഷൻ. അതായത് സ്റ്റാർ ഇഫ് ഇ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ. ഇ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന്. ഫോർ എവറി എ എലമെൻറ്റ് ഓഫ് ദാറ്റ് സെറ്റ് എ. അടുത്തത് നോക്കാം. ഈ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ദാറ്റ് ഈസ് എ ക്രോസ് എ ടെൻസ് ടു എ. അപ്പോൾ നമ്മുടെ ആ സെറ്റ് എയിൽ ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട് ഇ എന്ന് പറയുന്നത്. ആ സെറ്റ് എയിലുള്ള എലമെൻറ്റ് എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷൻ സ്റ്റാർ എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് ബി ഇൻ എ such that a star b equal to identity element e equal to b star a. b is called inverse of a and is denoted by a inverse. ഇപ്പോൾ ബി എന്ന് പറയുന്നത് ആ സെറ്റ് എ എന്ന സെറ്റിലുള്ള എലമെൻറ്റ് എയുടെ ഇൻവേഴ്സ് ആണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ബൈനറി ഓപ്പറേഷൻസിൻ്റെ. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു സെറ്റ്. ആ സെറ്റിൽ നടക്കുന്ന യൂഷ്വൽ അഡീഷൻസ് എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ്. അതുപോലെ തന്നെ ഒരു നോൺ സീറോ റിയൽ നമ്പേഴ്സ് ഉള്ള ഒരു സെറ്റിൽ നടക്കുന്ന യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷനാണ്. പക്ഷേ ഒരു നാച്ചുറൽ നമ്പേഴ്സ് ഓഫ് സെറ്റ് എൻ, അതായത് നാച്ചുറൽ നമ്പേഴ്സിൽ ഒരു സെറ്റ് എന്നിൽ നടക്കുന്ന സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ അല്ല. എന്നാൽ അതേസമയം ഇൻറ്റീജേഴ്സ് സെറ്റിൽ നടക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ആ സെറ്റിൽ നടക്കുന്ന സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. താഴെ തന്നിരിക്കുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്നാണ് ചോദ്യം. ഓൺ സെറ്റ് പ്ലസ് ഡിഫൈൻ സ്റ്റാർ ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് അവർ എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി എന്ന്. ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 2 and 3 നമ്മൾ എടുത്തു. എ സ്റ്റാർ ബി
ദാറ്റ് ഈസ് 2 സ്റ്റാർ 3 ഈക്വൽ ടു a മൈനസ് ബി, അതായത് 2 മൈനസ് 3. നമുക്ക് എന്താ കിട്ടിയ -1 ആണ്. -1 എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ ആണോ? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ -1 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ദാറ്റ് പോസിറ്റീവ് ഇൻറ്റീജർ സെറ്റ് ഇസെറ്റ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓൺ സെറ്റ് പ്ലസ് ഡിഫൈൻ സ്റ്റാർ ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ബി. അപ്പോൾ ഏതെങ്കിലും ഒരു 2 എലമെൻറ്റ്, എ ബി എന്ന് പറഞ്ഞ ഏതെങ്കിലും 2 എലമെൻറ്റ് നമ്മൾ ആ സെറ്റ് പ്ലസ്സിലെ എലമെൻറ്റ്സ് ആണെന്ന് കരുതുക. അപ്പോൾ ക്ലിയർലി എ ബി എന്ന് പറയുന്നതും നമ്മളുടെ സെറ്റ് പ്ലസ്സിലെ എലമെൻ്റ് ആയിരിക്കും. സോ ഈ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ, ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് ഓൺ പോസിറ്റീവ് ഇൻറ്റീജർ സെറ്റ് പ്ലസ്. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഏതെങ്കിലും പ്രോബ്ലംസ് ഇനിയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്, ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നാൽ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.